കാസർഗോഡ് ന്യൂസ് 18 വാർത്താ സംഘത്തിന് നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു കയ്യേറ്റ ശ്രമം. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരെ പിരിച്ചുവിട്ടു. കെ വി ബൈജു വിവരങ്ങൾ വായിച്ചിരുന്നു. ബൈജു, ലീഗ് പ്രവർത്തകർക്ക് ഹിതമായതേ പറയാൻ പാടൂ, അതല്ലെങ്കിൽ കയ്യേറ്റം അല്ലെങ്കിൽ ഭീഷണി, അങ്ങനെ ഒരു പതിവുണ്ടോ ആ നാട്ടിൽ? എന്താണ് സംഭവിച്ചത്? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും ഭവ്യ. അതായത് 1 മണിയുടെ തത്സമയ റിപ്പോർട്ടിംഗ് ആയിരുന്നു. അതിൽ പ്രധാനമായും ഇന്നത്തെ വാർത്ത മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെയാണ്. അതിനോടനുബന്ധിച്ച് KPCC പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു, കെ സുധാകരന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം, ശ്രീലമ്പടൻ എന്ന പരാമർശം നമ്മൾ വ്യക്തമാക്കുമ്പോഴായിരുന്നു വലിയ തോതിൽ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ, ഒരു ക്രിമിനൽ സംഘം എന്ന് തന്നെ പറയേണ്ടി വരും, അത്തരത്തിലുള്ള ഒരു സംഘം നമ്മൾക്ക് നേരെ പാഞ്ഞെടുത്തതും നമ്മുടെ റിപ്പോർട്ടിംഗ് തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് നമ്മളവിടെ തടഞ്ഞു വെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ആ പാസ് ഉണ്ട്. ഈ പാസ് പ്രകാരമാണ് നമ്മൾ ഈ കോമ്പൗണ്ടിനകത്ത് കയറിയതും അവിടെ നിന്നും ഒരു സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായത്. ആ ഒരു സ്ഥലത്തേക്കാണ് വലിയ തോതിലുള്ള ഈ ഒരു സംഘം, വോട്ട് ചെയ്യുന്നവർക്ക് മാത്രം അല്ലെങ്കിൽ ഇത്തരം പാസുകൾ മാത്രമുള്ള അവർക്ക് മാത്രം അകത്ത് കയറാകുന്ന സ്ഥലത്തേക്ക് ഇരച്ച് കയറിയതും നമ്മളെ ആക്രമിക്കാൻ വരുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു 3 പോലീസുകാർ മാത്രമാണ് സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഇതൊരു സംഘർഷ ബാധിത പ്രദേശമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാറുള്ള, സ്ഥിരമായി സംഘർഷം ഉണ്ടാകാറുള്ള, മുസ്ലിം ലീഗിന് വലിയ ശക്തി കേന്ദ്രം എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ മാത്രമേ, ആരോടെങ്കിലും ബൈറ്റോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. കണ്ണൂരിലെയും കാസർഗോഡത്തെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനിടയിൽ ഇത്തരം പരാമർശങ്ങൾ പറയുന്നതാണ് ഇവരെ ചോദിപ്പിച്ചത്. ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രമേ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളൂ എന്നാണ് അവർ ചോദിക്കുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുകയും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയുന്നതെന്ന് നോക്കാം എന്നതൊക്കെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പിന്നീട് നമ്മൾ തന്നെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷം ഉണ്ടാക്കേണ്ട എന്നതുകൊണ്ട് തന്നെ നമ്മൾ സംയമനം പാലിച്ചു. നമ്മൾ പോലീസിനെ കൃത്യമായി വിവരം DYSP, കാഞ്ഞങ്ങാട് DYSP സുരേഷ് ബാബുവിനെ ഞാൻ തന്നെ നേരിട്ട് വിളിച്ചു. അങ്ങനെ അദ്ദേഹം കൂടുതൽ പോലീസിനെ 3 വാഹനത്തിൽ SI ഉൾപ്പെടെയുള്ള വലിയ സംഘം എത്തിയാണ് പിന്നീട് നമ്മളെ അവിടെ നിന്നും നമുക്ക് പുറത്തു കടക്കാൻ സാധിച്ചത്. അത്രത്തോളം മണിക്കൂറുകളോളം നമ്മളെ അവിടെ തടഞ്ഞു വെക്കുന്നു, നമ്മുടെ ദൃശ്യം ചിത്രീകരിക്കുന്നത് തടയുന്നു. അതോടൊപ്പം ഈ വാർത്ത പിൻവലിക്കണമെന്നാണ് വലിയ കൂട്ടം ആവശ്യപ്പെടുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥ, ഒരു മണിക്കൂറോളം നേരം അത്തരം സംഘർഷാവസ്ഥ, വീഡിയോ ഒന്നും ചിത്രീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. ഇതിനൊപ്പം അവിടെ ഉണ്ടായിരുന്ന ആ മണ്ഡലത്തിൽ ആ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും അസഭ്യം പറഞ്ഞുകൊണ്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മണിക്കൂർ, ഒരു അരമണിക്കൂറോളം നമ്മളെ തടഞ്ഞു വെച്ച് വലിയ തോതിൽ കയ്യേറ്റ ശ്രമമായിരുന്നു. നമ്മുടെ വാഹനത്തിന് നേരെ ആക്രമിക്കാനും ഈ സംഘം എത്തിയിരുന്നു. അവസാനം ഈ പോലീസ് ഇടപെട്ടാണ് അവിടെ നിന്നും നമുക്ക് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞത്. ലീഗിന്റെ കോട്ടയെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മുടെ 1 മണിയുടെ തത്സമയ വാർത്തയാണ്. ആ വാർത്ത പിൻവലിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് ഓൾറെഡി നമ്മൾ ടെലികാസ്റ്റ് ചെയ്താണ്. നമ്മൾ തത്സമയമായിരുന്ന വാർത്ത എന്ന് പറഞ്ഞിട്ടും നമ്മുടെ മൊബൈൽ പരിശോധിക്കണം, ആ വാർത്ത നൽകരുത്, ആ വാർത്ത ഡിലീറ്റ് ചെയ്യണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം. ആ വാർത്തയിൽ കൃത്യമായി, ഇനി ലീഗ് പ്രവർത്തക നേതാക്കൾക്ക് ആ വാർത്ത ശ്രദ്ധിച്ചാൽ കാണാം, അത് കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ സംഭവവികാസങ്ങൾ, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, അതോടൊപ്പം ഈ UDFന്റെ പ്രസ്താവന, അതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം പൊതു തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ, എത്ര ശതമാനം പോളിംഗ് ശതമാനം, ഇത്തരം കാര്യങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്ത്. എന്ത് റിപ്പോർട്ട് ചെയ്യണം മാധ്യമപ്രവർത്തകർ എന്നത് ഞങ്ങൾ തീരുമാനിക്കും. അത്തരം വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല, ഇവിടെ നിന്നും ചർച്ച ചെയ്യേണ്ടതില്ല, നമ്മുടെ കോട്ടയെന്ന് അറിയില്ല എന്നായിരുന്നു ഇവർ ചോദിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ മണിക്കൂറുകൾ നമ്മളെ ഇത്തരത്തിൽ ബന്ദിയാക്കി എന്ന് തന്നെ പറയാം. പക്ഷേ കയ്യേറ്റ ശ്രമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും തരത്തിൽ കയ്യേറ്റം നടത്തിയിരുന്നില്ല. അതിൽ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് പരിചയമുള്ള ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ അവരും ഇവരെ പിരിച്ചുവിടാനല്ല, മറിച്ച് ഈ ഇത്തരം വാർത്തകൾ നൽകരുതെന്ന വലിയ അമർഷം
അവർ രേഖപ്പെടുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം വനിതാ സ്ഥാനാർത്ഥി കൂടി നമ്മളോട് ഇത്തരത്തിൽ മോശമായി പെരുമാറുന്നു അല്ലെങ്കിൽ ആ തരത്തിൽ ചീത്ത വിളിച്ച് നമ്മൾ അസഭ്യം പറയുന്ന ഒരു സാഹചര്യമാണ്. ഇത് ലീഗിന്റെ ഒരു കേന്ദ്രമാണ്, ലീഗും സ്ഥിരമായി ജയിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് BJP അല്ലെങ്കിൽ CPM-ന്റെ പ്രവർത്തകർ അധികം പേര് അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് CPM പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഇവരോട് ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ മാധ്യമപ്രവർത്തകരല്ലേ, അവർ ഏതെല്ലാം തരത്തിൽ റിപ്പോർട്ട് ചെയ്യും, നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവരോട്. അവർ തമ്മിൽ ചെറിയ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിൽ വീഡിയോ ചിത്രീകരിക്കാനോ ഒന്നും ആ സമയത്ത് തയ്യാറായില്ല. അത് സംയമനം പരമാവധി നമ്മൾ പാലിച്ച് അവിടെ നിന്നും നമ്മൾ മടങ്ങിപ്പോകാമെന്ന് കരുതി തന്നെയാണ് അവിടെ സംയമനം പാലിച്ചിരുന്നത്. പിന്നീട് പോലീസ് എത്തിയതിനു ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് പുറത്ത് കടക്കാൻ സാധിച്ചത്. അത്ര സമയം ഈ ഒരു സംഘം, ക്രിമിനൽ സംഘം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പക്ഷേ വോട്ട് ഇല്ലാത്ത ചെറിയ കുട്ടികൾ വരെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് അതിൽ കൗതുകം. അത് മാത്രമല്ല, ഈ വോട്ട് നടക്കുന്ന ബൂത്തിനകത്തേക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് ഇത്രയും ആളുകൾ തടിച്ചുകൂടിയിട്ടും പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആ സമയത്ത്. പിന്നീട് കൂടുതൽ പോലീസ് എത്തിയതിനു ശേഷമാണ് നമ്മൾക്ക് അവിടെ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിച്ചത്. ഭവ്യ, അതാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം. ന്യൂസ് 18 പറഞ്ഞതല്ല, ഈ നാട്ടിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യം പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിച്ചതിനാണ് കാഞ്ഞങ്ങാട് ഇത്തരത്തിൽ ന്യൂസ് 18 സംഘത്തിന് നേരെ ലീഗ് പ്രവർത്തകരുടെ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം.